പഞ്ചാബിലും സ്ഥിതിഗതികൾ ശാന്തമാണ്. ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട്. പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമൃത്സറിൽ ജനജീവിതം ഇന്ന് സാധാരണ നിലയിൽ തന്നെയായിരുന്നു. രാത്രി ഏറെ വൈകിയും ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവിധ മേഖലകളിൽ ആളുകൾ എത്തുകയും അവർ സാധനങ്ങൾ വാങ്ങാൻ എത്തുകയും ഭക്ഷണം കഴിക്കാൻ എത്തുകയും അങ്ങനെ ഏറെ വൈകിയും രാത്രി ജനജീവിതം നഗരമേഖലകളിലൊക്കെ തന്നെ സജീവമായിരുന്നു. പക്ഷേ രാവിലെയൊക്കെ ഒരു ചെറിയ ആശങ്ക അമൃത്സറിലുണ്ടായിരുന്നു. കാരണം ഇന്ന് പുലർച്ചയോടുകൂടി സൈറൻ മുഴങ്ങുകയും പിന്നീട് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 8 മണിയോടുകൂടി ആ നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിതിഗതികൾ പൂർണ്ണമായും ശാന്തമാണെന്നും സാധാരണ നിലയിലേക്കുള്ള ജീവിതത്തിലേക്ക് കടക്കാമെന്നും ഒക്കെ ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കൂടുതൽ ആളുകൾ നഗരമേഖലകളിലേക്ക് അടക്കം എത്തുകയും ജനജീവിതം കൂടുതൽ മേഖലകളിലേക്ക് സജീവമാവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി ഫിറോസ്പൂരിലും ഒപ്പം തന്നെ ഫാസിൽക്കയിലും 2 മേഖലകളിൽ ഇന്ന് ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഒരു മുൻകരുതൽ എന്ന രീതിയിലായിരുന്നു അത്തരമൊരു നടപടി എന്നുമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു ടൂറിസം വരുന്നൊരു സീസണാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ വലിയൊരു ആശങ്ക അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ആളുകൾ വരുന്നില്ല, കച്ചവടമൊക്കെ വലിയ ഒരു പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ആ കച്ചവടം കൂടുതൽ സജീവമാക്കണമെന്നൊക്കെയാണ് കച്ചവടക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന അമൃത്സറിലേക്കടക്കം ഇന്നലെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മേഖലകൾ പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. ആളുകൾ അവരുടെ വീടുകളിൽ കഴിയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ വലിയ ജാഗ്രത തുടരുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥിതിഗതികളെല്ലാം മാറിയിരിക്കുന്നു. പൂർണ്ണമായും ഒരു ശാന്തതയിലേക്ക് പഞ്ചാബ് പൂർണ്ണമായും എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം 6 ജില്ലകളാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത്, ഫിറോസ്പൂർ ഉൾപ്പെടെ. ആ മേഖലകളിലെല്ലാം ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ ഈ പടക്കങ്ങൾ പൊട്ടിക്കരുതെന്നും ഒപ്പം തന്നെ ഡ്രോണുകൾ പറത്തരുതെന്നും ഒക്കെയുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഒരു നിർദ്ദേശവും നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്.